നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 ഫിസിക്സിൻ്റെ പ്രാക്ടിക്കലിന് ഇപ്പം വെർണിയറിൻ്റെയും സ്ക്രൂഗേജിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെയും വീഡിയോസ് നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി എല്ലാം അതെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കുക. പലർക്കും ഇപ്പം സ്ക്രൂഗേജ് എന്ന് പറയുന്നത് തന്നെ വെർണിയറിനെക്കാട്ടിൽ ഇരട്ടി പേടിയാണ് സ്ക്രൂഗേജിൻ്റെ സീറോ കറക്ഷൻ, സ്ക്രൂഗേജിൻ്റെ പിച്ച് സ്കെയിൽ റീഡിങ് എങ്ങനെയാണ്, PSR എന്താണ്, MSR എന്താണ്, അത് നമുക്കറിയത്തില്ല സാറേ, ഞങ്ങൾക്ക് ഒട്ടും അറിയത്തില്ല. ചിലർ മടി കൊണ്ട് പേടി കൊണ്ട് ചോദിക്കത്തില്ല, ചിലവർ പഠിക്കാതെ അങ്ങ് പോകും. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പം വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് PSR എന്താണെന്നും HSR എന്താണെന്നും, PSR എന്ന് പറഞ്ഞാൽ പിച്ച് സ്കെയിൽ റീഡിങ് എടുക്കുന്നത് എങ്ങനെയാണെന്നും ഹെഡ് സ്കെയിൽ റീഡിങ് എടുക്കുന്നത് എങ്ങനെയാണെന്നും ഒരു വളരെ കുറച്ച് 2-3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് പറഞ്ഞിരുന്നുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് നോക്കി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് സ്ക്രൂഗേജ് എന്ന് പറയുന്ന അപ്പാരറ്റസ്. പല കുട്ടികൾക്കും ഒരു 50% കുട്ടികൾക്കും പലർക്കും ഇതിൻ്റെ ഹെഡ് സ്കെയിൽ എന്താണ്, പിച്ച് സ്കെയിൽ എന്താണെന്ന് അറിയത്തേയില്ലായിരിക്കും. അതിനകത്തൊരു ചമ്മലോ അല്ലെങ്കിൽ അറിയാൻ വയ്യ, അത് നമ്മൾ പഠിക്കത്തില്ലെന്ന് വിചാരിച്ചാൽ വളരെ സിമ്പിളായിട്ട് പഠിക്കാം. ഞാൻ ആ ഒരു ബേസിക് കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടും എല്ലാ കുട്ടികൾക്കും ഇത്. അന്നേരം ഇതാണ് സ്ക്രൂഗേജ് എന്ന് പറയുന്ന അപ്പാരറ്റസ്. അതിനകത്ത് ഈ കാണുന്നത് ഇതാണ് പിച്ച് സ്കെയിൽ. ഈ അകത്തുള്ള സ്കെയിലിനെ പറയുന്ന പേരാണ് പിച്ച് സ്കെയിൽ. ആ പിച്ച് സ്കെയിലിൻ്റെ 0 ഈ വര. ഈ 0 എന്ന് എഴുതിയിരിക്കുന്നതാണ് പിച്ച് സ്കെയിലിൻ്റെ 0. ഇതാണ് ഹെഡ് സ്കെയിൽ. അതായത് പിച്ച് സ്കെയിലിൻ്റെ മുകളിലുള്ള അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്കെയിലിനെ പറയുന്ന പേരാണ് ഹെഡ് സ്കെയിൽ. അന്നേരം 2 സ്കെയിലുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒന്ന് പിച്ച് സ്കെയിലും 2 ഹെഡ് സ്കെയിൽ. ഇത് മറക്കുകയരുത്. പല കുട്ടികൾക്കും അത് അറിയാത്തതുകൊണ്ടാണ് പറഞ്ഞത്. പിച്ച് സ്കെയിൽ ഡിവിഷനെ നമുക്ക് PSR എന്നും അല്ലെങ്കിൽ ഹെഡ് സ്കെയിൽ ഡിവിഷനെ നമുക്ക് HSR എന്നും പറയാം. അന്നേരം പിച്ച് സ്കെയിൽ റീഡിങ്, ഹെഡ് സ്കെയിൽ റീഡിങ്. അതിൻ്റെ ഡിവിഷൻ എന്ന് പറയുമ്പോൾ പിച്ച് സ്കെയിൽ ഡിവിഷൻ PSD എന്നും HSD എന്നും പറയാം. അന്നേരം ഇതാണ് പിച്ച് സ്കെയിലിൻ്റെ റീഡിങ്, ഇതാണ് ഹെഡ് സ്കെയിലിൻ്റെ റീഡിങ്. ഇത് ക്ലിയർ ആയല്ലോ? ഇത് പിച്ച് സ്കെയിലും ഇത് ഹെഡ് സ്കെയിലും ഓക്കെ ആണല്ലോ. ഇനി എൻ്റെ റീഡിങ് എടുക്കുന്നതോടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പിച്ച് സ്കെയിൽ എന്താണ്, ഹെഡ് സ്കെയിൽ എന്തോന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് പിച്ച് സ്കെയിൽ റീഡിങ്ങും ഹെഡ് സ്കെയിൽ റീഡിങ്ങും എടുക്കുന്നതെന്ന് പറയാം. അതുകൊണ്ട് ഇതൊരു സാധാരണ വയറാണ്. ഈ വയറിൻ്റെ നമുക്ക് റീഡിങ് എടുക്കണമെങ്കിൽ നമുക്ക് പലർക്കും വേറൊരു കാര്യമുണ്ട്. ഇവിടെ വെച്ച് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യും, അവിടെ വെച്ചല്ല. ഇതേലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. റൊട്ടേറ്റ് ചെയ്യേണ്ടതൊക്കെ ഇവിടാണ്. എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു. യഥാർത്ഥത്തിൽ പണ്ടൊക്കെ പറയുന്നുണ്ട് ഇതിങ്ങോട്ട് ഇതാക്കിയ ശേഷം ഇങ്ങനൊരു ടിക്ക് എന്നൊരു സൗണ്ട് കേൾക്കുമ്പോഴാണ് ഇത് ടൈറ്റ് ആയെന്നാണ് പറയുന്നത്. പോട്ടെ, നിങ്ങൾ ഇതേലെ റൊട്ടേറ്റ് ചെയ്യാവുള്ളൂ, ഇതേ റൊട്ടേറ്റ് ചെയ്യരുത്. അന്നേരം എങ്ങനെയാണ് PSR കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് HSR കണ്ടുപിടിക്കുന്നത്? നിങ്ങൾ നോക്കേണ്ടത് PSR ഈ വരയാണ്. ഈ വരെ നമുക്ക് 0 മാത്രമേ കാണുന്നുള്ളൂ. 0 മാത്രമേ കാണുന്നുള്ളെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. PSR 0. PSRൻ്റെ ഒരു പ്രത്യേകത, PSR പിന്നെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ വയറിന് PSR കോൺസ്റ്റൻ്റ്, പിന്നെ മാറത്തില്ല. അന്നേരം PSR 0 എന്നുള്ളത് കൺഫേം ചെയ്യുക. ഈ കാണുന്നതാണ് PSR. തൊട്ടടുത്ത വര വന്നു കഴിഞ്ഞാൽ മാത്രമേ, തൊട്ടടുത്ത വരെ ഞാൻ നല്ല കാണിക്കാൻ വേണമെങ്കിൽ, ഈ 0 കഴിഞ്ഞ് തൊട്ടടുത്ത വരെയാണ് 1 എന്ന് പറയുന്നത്. 0 കഴിഞ്ഞ് തൊട്ടടുത്ത വരെ 1 ആണ്. അത് 1 കാണുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇതിങ്ങനെ സ്ക്രൂഗേജിൻ്റെ ഇതിങ്ങനെ മുറുക്കിയതിന് ശേഷം ഇങ്ങനെ മുറുക്കിയതിന് ശേഷം നമുക്ക് 0 മാത്രമേ കാണുന്നുള്ളെങ്കിൽ PSR പിന്നെ 0. പിന്നെ അത് PSR എന്തുമായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും PSR. അതായത് PSR 0. ക്ലിയർ ആയല്ലോ? ഇനി HSR എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? HSR കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ഈ പിച്ച് സ്കെയിലിലെ 0, ഈ വര, ഈ വര ഹെഡ് സ്കെയിലിൻ്റെ ഏത് വരയായിട്ടാണോ കോയിൻസൈഡ് ചെയ്ത് നോക്കണം. ഇപ്പോൾ നിങ്ങൾ ഇത് 40 ആണ്, ഇത് 50 ആണ്. ഈ 40-നും 50-നും ഇടയ്ക്ക് 45-ഓ 46-ഓ കണ്ടാണ്. അന്നേരം പിച്ച് സ്കെയിലിൻ്റെ 0 ഹെഡ് സ്കെയിലിൻ്റെ ഏത് വരയായിട്ടാണോ കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നത് അതാണ് HSR, ഹെഡ് സ്കെയിൽ റീഡിങ്. ഇതിനകത്ത് ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 46-ഓ കണ്ടാണ്. അന്നേരം HSR എന്ന് പറയുന്നത് 46. HSR ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാം, പക്ഷേ PSR എന്തുമായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അന്നേരം കൺഫേം ചെയ്ത് പഠിച്ചോണം എങ്ങനെയാണ് PSR എടുക്കേണ്ടത്, എങ്ങനെയാണ് HSR. ചെറിയ വീഡിയോ ആണ്, പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് കുട്ടികൾക്ക് ഇത് പ്രയോജനം ചെയ്യുന്നതും അറിയാത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. ഇനി നിങ്ങൾക്ക് അറിയാൻ ഏറ്റവും കൂടുതൽ പേർക്ക് കൺഫ്യൂഷൻ ഉള്ളതാണ്, ഏറ്റവും പഠിക്കുന്ന കുട്ടികൾക്ക് പോലും സീറോ കറക്ഷൻ. അതിനെക്കുറിച്ചിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ, ഒരു 5 മിനിറ്റ് താഴെയുള്ള വീഡിയോ അതും ചെയ്തു തരാം. എന്നാൽ ഇത് ക്ലിയർ ആണല്ലോ? എന്താണ് പിച്ച് സ്കെയിൽ റീഡിങ്, എന്താണ് ഹെഡ് സ്കെയിൽ റീഡിങ്, എന്താണ് PSR, എങ്ങനെയാണ് PSR എടുക്കുന്നത്, എങ്ങനെയാണ് HSR എടുക്കുന്നത്, കംപ്ലീറ്റ് ആയല്ലോ. അന്നേരം അടുത്ത വീഡിയോയിൽ നമുക്ക് സീറോ കറക്ഷൻ പഠിക്കാം.
ഇപ്പം എല്ലാ കുട്ടികൾക്കും എൻ്റെ വിശ്വാസത്തിൽ PSR എന്താണ്, പിച്ച് സ്കെയിൽ എന്താണ്, ഹെഡ് സ്കെയിൽ എന്താണ്, PSR പിച്ച് സ്കെയിൽ റീഡിംഗ് എന്താണ്, ഹെഡ് സ്കെയിൽ റീഡിംഗ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. നിങ്ങൾ ഉറപ്പായിട്ട് കമൻസ് ഇടുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതെല്ലാവർക്കും പ്രാക്ടിക്കലിന് ഒരുപാട് ഉപകാരപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കണം. കാരണം ഈ റീഡിംഗ് എടുക്കുന്നതാണ് ഇതിനകത്തെ സ്റ്റുഡൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതേത് ഇപ്പോൾ വയർ വെച്ചാണെങ്കിലും ഗ്ലാസ് പ്ലേറ്റ് വെച്ചാണെങ്കിലും റീഡിംഗ് എടുക്കണമല്ലോ. PSR HSR അന്നേരം എപ്പോഴും ഓർത്തോണം, PSR കോൺസ്റ്റൻ്റ് ആണ്, HSR മാറിക്കൊണ്ടിരിക്കും. അതുകൂടെ ഓർത്തോണം. പിന്നെ അടുത്ത നമ്മുടെ വീഡിയോ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ക്രൂ ഗെയിൻ്റെ. അതുവേണ്ടി മാത്രം ഒരു കൊച്ചു വീഡിയോ 3 മിനിറ്റ് അതും കാണത്തുള്ളൂ. സീറോ കറക്ഷൻ എന്താണ് അതുകൂടെ കണ്ടുപിടിച്ചാൽ ഇത് പൂർണ്ണമാകത്തുള്ളൂ. അന്നേരം ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇത് പറഞ്ഞ പോലെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പ്രാക്ടിക്കൽ ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെവർ എവർ ഗീവ് അപ്പ്.